ബൈബിൾ ചിത്രകഥ അബ്രാഹം. ബൈബിൾ ചിത്രകഥ 2 അബ്രാഹം. രചന മൈക്കിൾ കാര്യമറ്റം. ചിത്രീകരണം ദേവസി ബെന്നി. അബ്രാഹം. നാടോടുമ്പോൾ നടുവേ ഓടണം. സാധാരണ കേൾക്കാറുള്ള ഒരു പഴഞ്ചൊല്ല്. ജീവിതത്തിൽ വിജയിക്കാൻ പൂർവികർ നൽകിയ പ്രായോഗിക ഉപദേശമാണിത്. സമ്പത്തും സൽകീർത്തിയും ആരോഗ്യവും എല്ലാം ജീവിത വിജയത്തിൻ്റെ അളവുകോലായി കണക്കാക്കുമ്പോൾ ഈ ഉപദേശം വളരെ പ്രയോജനപ്രദമാണ്. എന്നാൽ ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ ജീവിതത്തെ ധന്യമാക്കുന്നത്? ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് പ്രയോജനം എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് എല്ലാവരും ഉത്തരം പറയേണ്ടതുണ്ട്. തങ്ങളുടെ അന്തരാത്മാവിൽ നിമന്ത്രിക്കുന്ന ദൈവസ്വരത്തിന് പൂർണ്ണമായി വഴങ്ങുന്ന വ്യക്തികൾക്ക് എല്ലാവരും പോകുന്ന വഴിയിൽ നിന്ന് ചിലപ്പോൾ വിട്ടുമാറി ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും. പൊതുജന ദൃഷ്ടിയിൽ അവരുടെ ജീവിതം ബുദ്ധിശൂന്യവും തികഞ്ഞ പരാജയവുമായി കാണപ്പെട്ടേക്കാം. എന്നാൽ ഈ വ്യക്തികളാണ് മനുഷ്യ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ തൊട്ടുണർത്തുകയും മാനവ ജീവിതത്തെ ഉന്നത മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നത്. അവരെ നയിക്കുന്നത് വിശ്വാസമാണ്. ഇപ്രകാരം ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. BC 19-ാം നൂറ്റാണ്ടിലാണ് അബ്രഹാം ജീവിച്ചിരുന്നത്. തൻ്റെ സമൂഹത്തോടൊപ്പം വിഗ്രഹാരാധനയിലും അന്ധവിശ്വാസങ്ങളിലും മുഴുകി കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് സർവശക്തനായ ദൈവം കടന്നു വന്നു. പുറമേ നിന്ന് നോക്കിയാൽ ഒരു വിധത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ആ ജീവിതത്തിൽ മാറ്റമുണ്ടായി. അതുവരെ തനിക്ക് സുരക്ഷിതത്വം നൽകിയിരുന്ന നാടും വീടും വിട്ട് അപരിചിതമായ നാടുകളിൽ അദ്ദേഹം അലഞ്ഞു നടന്നു. അറാറത്ത് പർവ്വതനിരകളുടെ അടിവാരത്തിലുള്ള ഒരു ചെറിയ പട്ടണമായ ഹാരാനിൽ നിന്ന് പുറപ്പെടാൻ ആജ്ഞാപിച്ച ദൈവം അബ്രഹാത്തിന് 3 വാഗ്ദാനങ്ങൾ നൽകി. 1. അബ്രഹാത്തിൽ നിന്ന് ഒരു വലിയ ജനതതി ഉത്ഭവിക്കും. 2. കാനാൻ ദേശം അവർക്ക് സ്വന്തമായി നൽകും. 3. അബ്രഹത്തിൻ്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതരാകും. എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ തുടക്കമായിരുന്നു അത്. യേശുക്രിസ്തുവിലാണ് ഈ പദ്ധതി പൂർത്തിയായത്. ദൈവമാണ് തന്നെ വിളിച്ചതെന്നും ദൈവം വാക്ക് പാലിക്കുമെന്നും അബ്രഹാം ഉറച്ചു വിശ്വസിച്ചു. ഇനിമേൽ സ്വന്തം താല്പര്യവും പദ്ധതികളുമല്ല, ദൈവത്തിൻ്റെ ഹിതവും പദ്ധതികളുമാണ് അബ്രഹത്തെ നയിക്കുന്നത്. വിശ്വാസത്താൽ നയിക്കപ്പെട്ട ആ ജീവിതം അനേകം അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവയിൽ 3 പരീക്ഷണങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു. 1. നാടും വീടും വിട്ടിറങ്ങൽ. 2. ആദ്യപുത്രനായ ഇസ്മായേലിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കൽ. 3. വാഗ്ദത്തപുത്രനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കൽ. തൻ്റെ സകല പ്രതീക്ഷയും ദൈവത്തിൽ മാത്രമാണ് എന്ന് ഏറ്റുപറയാൻ അബ്രഹത്തിന് ദൈവം നൽകിയ അവസരങ്ങളായിരുന്നു ഇത്. ജീവിതത്തെ മുഴുവനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അജ്ഞാതമായ വഴികളിലൂടെ യാത്ര ചെയ്ത അബ്രഹത്തെ വിശ്വാസികളുടെ പിതാവായി ബൈബിൾ കരുതുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ എല്ലാം നടക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക പ്രായേണ എളുപ്പമാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ പേരിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്യുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ മാറ്റ് തെളിയുന്നത്. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് ദൈവമാകാൻ ശ്രമിച്ച ആദ്യ മാതാപിതാക്കൾ ദൈവത്തിൽ നിന്നകന്നു. അവരുടെ മക്കൾ പരസ്പരം വെറുത്തു. ശക്തന്മാർ അശക്തരെ കൊല ചെയ്തു. മനുഷ്യഹൃദയങ്ങൾ ദുഷ്ടത കൊണ്ട് നിറഞ്ഞു. എന്നാൽ നോഹ എന്നൊരാളും കുടുംബവും നീതിമാന്മാരായിരുന്നു. കർത്താവ് ഈ ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കാൻ പോകുകയാണ്. ഇതുപോലെ അക്രമം നടമാടുമ്പോൾ എങ്ങനെ നശിപ്പിക്കാതിരിക്കും? ഒരു തെറ്റും ചെയ്യാത്ത നമ്മയും ദൈവം നശിപ്പിക്കുമോ? ഇല്ല. നമുക്ക് രക്ഷപ്പെടാൻ കർത്താവ് ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. വലിയൊരു പെട്ടകം പണിയണം. സകല മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും ഓരോ ജോഡി പെട്ടകത്തിൽ കയറ്റണം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച്
ജലപ്രളയമുണ്ടായി. ഭൂമി മുഴുവൻ വെള്ളത്തിനടിയിലായി. കരയിലും ആകാശത്തിലുമുള്ള സകല ജീവികളും ചത്തൊടുങ്ങി. 1 വർഷവും 10 ദിവസവും കഴിഞ്ഞപ്പോൾ പ്രളയം അവസാനിച്ചു. പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹയും കുടുംബവും ദൈവത്തിന് കൃതജ്ഞതാബലി അർപ്പിച്ചു. സകല ജീവജാലങ്ങളോടുമായി ഞാൻ ഉടമ്പടി ചെയ്യുന്നു, ഇനി ഒരിക്കലും ജലപ്രളയത്താൽ ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല. ഈ മഴവില്ല് എൻ്റെ ഉടമ്പടിയുടെ അടയാളമായിരിക്കും. നോഹയുടെ മക്കളിൽ നിന്ന് വീണ്ടും മനുഷ്യർ പെരുകി. സ്വാർത്ഥതയും അഹങ്കാരവും വർദ്ധിച്ചു. കിഴക്ക് ഷീനാർ ദേശത്ത് അവർ വാസമുറപ്പിച്ചു. നമ്മൾ ഇന്ന് ശക്തരാണ്, നമുക്ക് മുകളിൽ ഒരാൾ മാത്രമേയുള്ളൂ. മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടാണ്, ആരാണിനി നമുക്ക് മേൽ? അങ്ങ് മുകളിൽ സ്വർഗത്തിൽ വാഴുന്ന ദൈവം. ശരിയാണ്, ദൈവം മാത്രമാണ് നമ്മേക്കാൾ ഉന്നതൻ. അതിനാൽ നമുക്ക് ദൈവത്തോളം ഉയരണം. ആരുടെയും കീഴിലായിരിക്കുന്നത് മനുഷ്യന് ഭൂഷണമല്ല. അതിനിപ്പോൾ എന്താണ് മാർഗം? നമുക്ക് സ്വർഗത്തേക്കാൾ മനോഹരമായ ഒരു പട്ടണം പണിയണം. അതിൻ്റെ ഗോപുരങ്ങൾ ദൈവസിംഹാസനത്തിന് മുകളിൽ തലയുയർത്തി നിൽക്കണം. അപ്പോൾ ദൈവം നമുക്ക് കീഴിലാകും. അവർ പണിയാരംഭിച്ചു. അഹങ്കാരികളെ ദൈവം ചിതറിച്ചു. പരസ്പരം മനസ്സിലാക്കാനാവാത്ത വിധം അവരുടെ ഭാഷകൾ വിഭിന്നമായി. ദൈവത്തെ വെല്ലുവിളിച്ച മനുഷ്യർ പരസ്പരം അകന്ന് ചിതറിപ്പോയി. കാലക്രമത്തിൽ അവർ കല്ലിനെയും മരത്തെയും മൃഗങ്ങളെയും ആകാശഗോളങ്ങളെയും ആരാധിക്കാൻ തുടങ്ങി. ഓ ബാൽദേവ, നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും നൽകണമേ. യുദ്ധദേവനായ കെമോഷ്, ഈ കുഞ്ഞിൻ്റെ രക്തം സ്വീകരിച്ച് ശത്രുക്കളുടെ മേൽ ഞങ്ങൾക്ക് വിജയം നൽകണമേ. സകല ചരാചരങ്ങൾക്കും ജീവനും ശക്തിയും നൽകുന്ന സൂര്യദേവ, നമസ്കാരം. പേർഷ്യൻ ഉൾക്കടലിൻ്റെ അടുത്തുള്ള ഊർ നഗരത്തിൽ നിന്ന് ഒരു സംഘം ഹെബ്രായർ വടക്ക് ഹാരാൻ നഗരത്തിലേക്ക് കുടിയേറിപ്പാർത്തു. തേരായും മകൻ അബ്രാമും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്ന് രാത്രി അബ്രാമിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അബ്രാം, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെയെല്ലാം ഞാൻ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ഭാര്യ സാറായും സഹോദരപുത്രൻ ലോത്തും കൂടെ പോയി. കാടും മേടും കടന്ന് അവർ യാത്ര ചെയ്തു. കായ്കനികൾ ഭക്ഷിച്ചും കാട്ടരുവിയിൽ നിന്ന് കുടിച്ചും അവർ സഞ്ചരിച്ചു. മണലാരണ്യങ്ങളിൽ മരുപ്പച്ച തേടി അവർ അലഞ്ഞു. എങ്ങോട്ടെന്നില്ലാത്ത യാത്ര. 100 പൗർണമികൾ കഴിഞ്ഞു നമ്മൾ യാത്ര തുടങ്ങിയിട്ട്. എങ്ങോട്ടാണ് ഇങ്ങനെ നമ്മൾ അലയുന്നത്? ഇനിയെങ്കിലും നമുക്ക് ഈ യാത്രയൊന്ന് മതിയാക്കിക്കൂടെ? വർഷങ്ങൾ 10 ഈ അലച്ചിൽ. ഇതുവരെ നമുക്ക് ഒരു മുട്ടുപാടും ഉണ്ടായിട്ടില്ലല്ലോ. അവസാനമില്ലാത്ത ഈ യാത്ര എനിക്ക് മടുത്തു. എന്തേ നിങ്ങളുടെ ദൈവം ഒന്നും പറയുന്നില്ലേ? ഹാരാനിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം പിന്നെ ഒന്നും സംസാരിച്ചില്ലേ? എനിക്ക് അന്നേ തോന്നിയതാണ് അത് ഒരു വിഭ്രാന്തി ആയിരുന്നുവെന്ന്. ദൈവം എപ്പോൾ സംസാരിക്കണമെന്ന് നിശ്ചയിക്കാൻ നമ്മൾ ആര്? അല്ല, അതൊരു സ്വപ്നമായിരുന്നില്ല. ആ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. അതൊരു തോന്നൽ മാത്രമായിരുന്നില്ല. എന്നാലും ആ സ്വരം ഒരിക്കൽ കൂടി കേൾക്കാനായി ഞാൻ കാതോർത്തിരിക്കുകയാണ്. സ്വന്തമായി ഒരു നാടും അതിൽ വാഴാൻ സന്തതികളും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു?
തുറന്നു പറയുന്നതിൽ കോപിക്കരുത്. 10 വർഷമായിട്ടും പിന്നീട് ഒരിക്കൽ പോലും പ്രത്യക്ഷപ്പെടാത്ത ആ ദൈവം ദൈവമല്ല. നമ്മുടെ കുലദേവതകളായിരുന്നു മെച്ചം. അവരെ കാണാം, കാഴ്ച സ്വീകരിച്ച് അവർ കാര്യം നടത്തിത്തരും. നമ്മുടെ ഇഷ്ടമനുസരിച്ച് കാര്യം നേടിത്തരുന്നവനല്ല ദൈവം. അവിടുത്തെ ഇഷ്ടമറിയാൻ കാത്തിരിക്കുക. എന്നിട്ടെന്തേ ആ ഇഷ്ടം അറിയിക്കാത്തത്? പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുമില്ല. സമയമായില്ല, കാത്തിരിക്കാം. അന്ന് രാത്രി അബ്രാമിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സാറായുടെയും ലോത്തിൻ്റെയും വാക്കുകൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ നിശബ്ദത എനിക്ക് താങ്ങാനാകുന്നില്ല. അങ്ങ് നിശബ്ദനായിരുന്നാൽ ഞാൻ എങ്ങനെയാണ് വഴി കണ്ടെത്തുക? അങ്ങയുടെ സ്വരം കേൾക്കാൻ എൻ്റെ കാതും കരളും കൊതിക്കുന്നു. അന്തമില്ലാത്ത ഈ യാത്രയിൽ എന്തേ ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്തത്? അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമായിരിക്കും. നീ കാൽകുത്തി നിൽക്കുന്ന ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നൽകും. മതി, എനിക്ക് തൃപ്തിയായി. അങ്ങയുടെ സ്വരം എൻ്റെ കാലുകൾക്ക് കരുത്തു പകരുന്നു, വഴിയിൽ പ്രകാശം ചൊരിയുന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ അബ്രാം ദൈവത്തിന് ബലിയർപ്പിച്ചു. അദൃശ്യനും വചനത്താൽ വഴി നടത്തുന്നവനുമായ ദൈവമേ, ഈ ദാസന്റെ കാണിക്ക സ്വീകരിച്ചാലും അങ്ങയുടെ സ്വരം എന്നെ കേൾപ്പിച്ച് കരുത്ത് പകരുന്ന അങ്ങയുടെ കാരുണ്യം എത്രയോ വിസ്മയാവഹം. ബലിയർപ്പണത്തിന് ശേഷം അവർ യാത്ര തുടർന്നു. കാനാൻ ദേശത്തുടനീളം അവർ നടന്നു. വരൾച്ചയും ക്ഷാമവും കാരണം അവർ ഭക്ഷണം തേടി ഈജിപ്തിലേക്ക് പോയി. ഇതാ, നാം ഈജിപ്തിൽ പ്രവേശിക്കുകയാണ്. സുന്ദരിയായ നിന്നെ തട്ടിയെടുക്കാൻ വേണ്ടി അവർ എന്നെ കൊന്നുകളഞ്ഞെന്ന് വരാം. അങ്ങനെയെങ്കിൽ അതിനു മുൻപ് ഞാൻ മരിക്കും. അങ്ങയെ പിരിഞ്ഞുള്ള ജീവിതം എനിക്ക് ചിന്തിക്കുവാൻ കൂടി വയ്യ. അത് സംഭവിക്കാതിരിക്കാൻ നീ എൻ്റെ ഭാര്യയല്ല, സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങേക്ക് വേണ്ടി ഞാൻ എന്തും പറയാം. ഏതാടാ ഈ സുന്ദരി? വിദേശിയാണെന്ന് തോന്നുന്നു. ഫറവോയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇഷ്ടപ്പെട്ട സ്ത്രീകളെ സ്വന്തമാക്കുക പതിവായിരുന്ന ഈജിപ്ത് രാജാവ് അബ്രാമിന് ധാരാളം സമ്മാനങ്ങൾ നൽകി. പക്ഷേ അന്ന് രാത്രി അവളെ തൊട്ടുപോകരുത്, അവൾ അന്യന്റെ ഭാര്യയാണ്. അവൾ തൻ്റെ സഹോദരിയാണെന്നാണല്ലോ ആ ഹെബ്രായൻ പറഞ്ഞത്. അതും ശരിയാണ്, അവന്റെ ഒരു ബന്ധു. എന്നാൽ അവൾ അവന്റെ ഭാര്യയാണ്. എനിക്കറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ശരി, നാളെ രാവിലെ സമ്മാനങ്ങളുമായി അവരെ പറഞ്ഞയക്കണം. ആ ഹെബ്രായൻ നമ്മെ വഞ്ചിച്ചു. ആരവിടെ? ആ വിദേശിയെ ഹാജരാക്കൂ. അടിയൻ. സ്വന്തം ഭാര്യയെ സഹോദരിയെന്ന് പറഞ്ഞ് വിൽക്കുകയായിരുന്നില്ലേ അവൻ? നീ എന്താണ് ഈ ചെയ്തത്? നമ്മുടെ നാട് മുടിക്കാനാണോ ഭാവം? അടിയൻ ഭയന്നിട്ടാണേ. ഇതാ നിന്റെ ഭാര്യ. ഇവളെയും കൊണ്ട് വേഗം നാട് വിടുക. ഇനി ഒരു നിമിഷം ഇവിടെ നിന്നു പോകരുത്. ശക്തന്റെ കയ്യിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ കഴിവില്ലാത്തവന് സംരക്ഷണം നൽകുന്നവനാണ് ദൈവം എന്ന് അബ്രാം പഠിച്ചു. അന്യന്റെ ഭാര്യയെ സ്വന്തമാക്കുക പാപമാണെന്ന് ഫറവോയും. അബ്രാം വീണ്ടും യാത്ര തുടർന്നു. ഇനിയും എങ്ങോട്ടാണ് നമ്മൾ പോവുക? എന്തെല്ലാം അപകടങ്ങളിലേക്കാണ് എന്നെ വലിച്ചിഴയ്ക്കുന്നത്? ദൈവം വഴി നടത്തുമ്പോൾ സംരക്ഷണവും നൽകുന്നില്ലേ? വർഷങ്ങൾക്ക് ശേഷം അബ്രാമും കൂട്ടരും നെഗബിലെത്തി. ഇതിനിടെ അബ്രാം വലിയ ധനികനായി കഴിഞ്ഞിരുന്നു. അന്നൊരു ദിവസം, എൻ്റെ യജമാനായ അബ്രാമിൻ്റെ ആടിനെ തൊട്ട് കളിച്ചാൽ നിന്റെ കുടൽ ഞാൻ എടുക്കും. ഞങ്ങളുടെ യജമാനൻ ലോത്തിന് എന്താ കഴിവില്ലെന്ന് കരുതുന്നുണ്ടോ? ലോത്തെ, നമ്മൾ ഹാരാനിൽ നിന്ന് പുറപ്പെട്ടിട്ട് എത്ര വർഷമായെന്ന് അറിയാമോ? 150 പൂർണ്ണചന്ദ്രന്മാരെ ഞാൻ എണ്ണി. അല്ല, എന്താ അത് ചോദിക്കാൻ? എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ട്
എന്തെങ്കിലും കുറവുണ്ടായോ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങയുടെ ദൈവമല്ലേ എനിക്കും അനേകം ആടുകളെ നൽകിയത്. ഇനി നമ്മൾ വേർപിരിയുകയാണ് നല്ലത്. നിനക്കിഷ്ടമുള്ള ഭാഗം തിരഞ്ഞെടുത്തുകൊള്ളൂ. നീ ഇടത്തേക്ക് പോകുന്നെങ്കിൽ ഞാൻ വലത്തേക്ക് പോകും. നമ്മൾ തമ്മിൽ കലഹിക്കാൻ ഇടയാകരുത്. ഫലസമൃദ്ധമായ ജോർദാൻ സമതലം ലോത്ത് തിരഞ്ഞെടുത്തു. സോദോം നഗരത്തിൽ അവൻ വാസമുറപ്പിച്ചു. അബ്രാമിന് കിട്ടിയത് മരുഭൂമിയാണ്. നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തമാണ് കാട്ടിയത്! സമതലവും പട്ടണങ്ങളും തിരഞ്ഞെടുക്കാതെ ഈ മരുഭൂമിയിലേക്ക് പോരാൻ തീരുമാനിച്ചല്ലോ. സമാധാനവും ദൈവാനുഗ്രഹവുമാണ് നമുക്ക് വേണ്ടത്. അന്നൊരു ദിവസം രാത്രിയിൽ അബ്രാം, പുറത്തേക്ക് വരൂ, ഇതാ നിനക്ക് ഞാൻ വലിയ പ്രതിഫലം നൽകാൻ പോകുന്നു. സന്താനമില്ലാത്ത ഈ വൃദ്ധന് എന്ത് പ്രതിഫലം? നോക്കൂ, ഈ നക്ഷത്രങ്ങളെ പോലെ അസംഖ്യം സന്തതികളെ നിനക്ക് ഞാൻ നൽകും. പിറ്റേന്ന് സായാഹ്നത്തിൽ, ഇതെന്ത് ഭ്രാന്താണ്? നിങ്ങൾക്ക് എന്ത് പറ്റി? കർത്താവിന് ബലി അർപ്പിക്കണം. സൂര്യൻ അസ്തമിക്കുകയും അന്ധകാരം വ്യാപിക്കുകയും ചെയ്തപ്പോൾ ജ്വലിക്കുന്ന ഒരു തീനാളം ബലിവസ്തുക്കളെ ദഹിപ്പിച്ച് കടന്നുപോയി. ദൈവത്തിന്റെ സാന്നിധ്യം അബ്രാം അറിഞ്ഞു. അദ്ദേഹത്തിന്റെ ഉള്ളിലെ അന്ധകാരം അകന്നു. അബ്രാം, ഇതാ ഞാൻ ശപഥം ചെയ്യുന്നു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നൽകും. മാസങ്ങൾക്ക് ശേഷം, സാറ, നിനക്കെന്ത് പറ്റി? ഒരിക്കലും നനയാത്ത നിന്റെ കണ്ണുകൾ ഇന്ന് നിറഞ്ഞൊഴുകുന്നത് എന്തേ? എന്ത് പറ്റിയെന്നോ? അതാണ് ഞാനും ചോദിക്കുന്നത്. മനസ്സിലായില്ല? മനസ്സിലാവുകയില്ല. ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള എൻ്റെ ആഗ്രഹവും അതിന് കഴിയാത്തതിലുള്ള നൊമ്പരവും അങ്ങേക്ക് മനസ്സിലാവില്ല. ഇതാണോ പ്രശ്നം? ദൈവം നമുക്ക് കുഞ്ഞിനെ തരുമല്ലോ, ഒന്നല്ല അസംഖ്യം. വന്ധ്യയും വൃദ്ധയുമായ എന്നിൽ നിന്നായിരിക്കുകയില്ല. ദൈവം വാക്ക് പാലിക്കുന്നവനാണ്. എനിക്കൊരാശയം തോന്നുന്നു, നിങ്ങൾ കോപിക്കരുത്. സാറ തൻ്റെ ദാസിയായ ഹാഗാറിനെ അബ്രാമിന് ഭാര്യയായി നൽകി. അത് അന്നത്തെ നാട്ടുനടപ്പായിരുന്നു. യജമാനന് എന്നെ ഇഷ്ടമായാൽ മതിയായിരുന്നു. അബ്രാമിൻ്റെ ദൈവവും സർവശക്തനുമായവനെ, എനിക്കോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. എൻ്റെ ദാസിയിലൂടെയെങ്കിലും എനിക്കൊരു മകനെ നൽകണമേ. അബ്രാമിന് ഹാഗാറിൽ ഒരു പുത്രൻ ജനിച്ചു. ദൈവം കേട്ടു എന്നർത്ഥമുള്ള ഇസ്മായേൽ എന്ന് അവന് പേരിട്ടു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അബ്രാമിന് വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അബ്രാം, അബ്രാം, ഇതാ നീയുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. നീ അനവധി ജനതകളുടെ പിതാവായിരിക്കും. ഇന്നു മുതൽ നിന്റെ പേര് അബ്രാം എന്നല്ല, അബ്രാഹം എന്നായിരിക്കും. എന്റെ ഉടമ്പടിയുടെ അടയാളമായി നിന്റെ വീട്ടിലെ പുരുഷന്മാരെല്ലാം പരിച്ഛേദനം സ്വീകരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരു മധ്യാഹ്നത്തിൽ, ഏതോ വഴിപോക്കർ വരുന്നുണ്ടല്ലോ. യാത്രക്കാരെ സൽക്കരിക്കുന്നത് ദൈവത്തെ സൽക്കരിക്കുന്നതിന് തുല്യമാണ്. യജമാനന്മാരെ, അടിയന്റെ കൂടാരത്തിൽ അല്പസമയം വിശ്രമിച്ചിട്ട് പോകണം. ഒരു കഷ്ണം അപ്പമെങ്കിലും ഭക്ഷിച്ചിട്ട് യാത്ര തുടരാം. ശരി, നിനക്കിഷ്ടമുള്ളത് ചെയ്യൂ. ഒന്ന് വേഗമാകട്ടെ, ഞാൻ ഈ ആടിനെ പാകം ചെയ്യുമ്പോഴേക്കും അപ്പം ചുട്ട് കഴിയണം. കറി ഉഗ്രനായിരിക്കുന്നു. എവിടെ നിന്റെ ഭാര്യ? കൂടാരത്തിനകത്തുണ്ട്. അടുത്ത വർഷം ഈ സമയത്ത് അവൾക്ക് ഒരു പുത്രൻ ജനിക്കും. കൂടാരത്തിനുള്ളിൽ സാറ അത് കേട്ട് ചിരിച്ചു. എനിക്ക് വയസ്സ് 85 അങ്ങേർക്കാണെങ്കിൽ 90 കഴിഞ്ഞു. സാറ ചിരിച്ചു. പക്ഷെ എൻ്റെ വാക്ക് നിറവേറുക തന്നെ ചെയ്യും. വഴിയിൽ വരെ അടിയൻ കൂടെ വരട്ടെ. സോദോമിൽ നിന്ന് മർദ്ദിതരുടെ നിലവിളി ഉയരുന്നു.
ഞാൻ ആ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. അനീതിയുടെയും അക്രമത്തിൻ്റെയും ശിക്ഷ എന്തെന്ന് നീ ഇന്ന് കാണും. നീതിയും ന്യായവും മാത്രം പ്രവർത്തിക്കാൻ നീ നിന്റെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ നിങ്ങൾക്കിതൊരു പാഠമായിരിക്കും. അങ്ങ് ദുഷ്ടന്മാരുടെ കൂടെ നീതിമാന്മാരെയും ശിക്ഷിക്കുമോ? ഇല്ല. ആ നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിലോ? അവർക്ക് വേണ്ടി നഗരത്തോട് ഞാൻ ക്ഷമിക്കും. 45? അല്ല, 30. ക്ഷമിക്കണേ, 10 നീതിമാന്മാരെ അവിടെ ഉള്ളുവെങ്കിലോ? 10 പേരെ പ്രതി ഞാൻ നഗരത്തോട് കരുണ കാണിക്കും. യാത്രക്കാർ അബ്രാമിനെ വിട്ടുപോയി. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ 10 നീതിമാന്മാർ പോലും ആ നഗരത്തിൽ ഇല്ലാതെ പോയോ? ലോത്തിനും ആ നഗരത്തെ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ. ദൈവം പറഞ്ഞ സമയത്ത് സാറയ്ക്ക് ഒരു മകൻ ജനിച്ചു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അങ്ങേ വഴികൾ എത്ര വിസ്മയാവഹം! വൃദ്ധരായ ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഈ ശിശുവിനെ ഇസഹാക്ക് എന്ന് ഞങ്ങൾ വിളിക്കും. അവൻ ചിരിക്കുന്നു എന്നാണ് ഇസഹാക്ക് എന്ന പേരിനർത്ഥം. ഇസഹാക്ക് വളർന്നു. അന്നൊരു ദിവസം, ദൈവമേ, കൊച്ചിൻ്റെ മുട്ട് തകർന്നു പോയല്ലോ, എന്തു പറ്റി മോനെ? ചേട്ടനും ഞാനും കൂടി ഓടിക്കളിച്ചതാ. കണ്ടോ ആ അടിമച്ചക്കൻ്റെ അഹന്ത? അവനെയും അവൻ്റെ തള്ളയും ഉടൻ ഇറക്കി വിടണം. നീ എന്താണ് ഈ പറയുന്നത്? കുട്ടികൾ കളിക്കുമ്പോൾ ഇതൊക്കെ കളിക്കണമല്ലേ? അത് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ വേണ്ട. ഇനി ഒരു നിമിഷം അവരിവിടെ നിൽക്കാൻ പാടില്ല. സാറാ, നീ എത്ര ക്രൂരമായി സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്മായേലിനെയും ഹാഗാറിനെയും അബ്രഹാം ഇറക്കി വിട്ടു. വാഗ്ദാനത്തിൻ്റെ പുത്രനായ ഇസഹാക്കിലൂടെയാണ് രക്ഷാകര ചരിത്രം മുന്നേറുന്നത്. എന്നാലും അപ്പൻ ഇത്ര ക്രൂരനാണല്ലോ. അങ്ങനെയൊന്നും പറയല്ലേ മകനെ, അപ്പൻ നല്ലവനാ. നമ്മൾ എങ്ങോട്ടാണമ്മേ പോകുന്നത്? ഈ മരുഭൂമിയിൽ ഒരു വഴിയുമില്ലല്ലോ. ദൈവം നമുക്ക് വഴി കാട്ടിത്തരും. ദൈവമേ, ഒരിറ്റ് വെള്ളം പോലുമില്ല. എൻ്റെ കുഞ്ഞ് ദാഹം കൊണ്ട് പിടഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാനാവില്ല. ഇസ്മായേലിനെ അവൾ ഒരു മുൾച്ചെടിയുടെ ചുവട്ടിൽ കിടത്തി. വെള്ളവും തണലുമില്ലാത്ത ഈ മണൽക്കാട്ടിൽ എന്തിന് ഞങ്ങളെ വലിച്ചെറിഞ്ഞു? ദൈവമേ, നൊന്തുപെറ്റ തള്ളിയുടെ വേദന നിനക്കറിയുമോ? ഹാഗാർ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. അതാ നോക്കൂ, നീരുറവ. ഭയപ്പെടേണ്ട, നിന്റെ മകൻ ഒരു വലിയ ജനതയാകും. തൻ്റെ ആദ്യജാതനായ ഇസ്മായേലിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അബ്രഹാമിന് വലിയൊരു പരീക്ഷയായിരുന്നു. എന്നാൽ നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ അവനെ എനിക്ക് ദഹനബലിയായി അർപ്പിക്കുക. എന്ത്? ഞാൻ എന്താണ് ഈ കേട്ടത്? ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കണമെന്നോ? ഇല്ല, ഇത് ദൈവത്തിന്റെ സ്വരമല്ല. ഞാൻ സ്വപ്നം കണ്ടതാകും. എന്തൊരു ദുസ്വപ്നം! പക്ഷേ ആ ശബ്ദത്തിന് യാതൊരു മാറ്റവുമില്ല. പണ്ട് ഹാരാനിൽ നിന്ന് ആദ്യമായി കേട്ട അതേ മുഴക്കം, അതേ വ്യക്തത. ഇല്ല, ഇത് സാധ്യമല്ല. ഈ പുത്രന് വേണ്ടിയാണ് ഞാൻ ജീവിതം മുഴുവൻ ഒരു കാട്ടുകഴുതയെ പോലെ അലഞ്ഞത്. ഇത് ദൈവത്തിന്റെ സ്വരമല്ലെന്ന് വരുമോ? ദൈവത്തിന് എങ്ങനെ എൻ്റെ ഏകജാതനെ ചോദിക്കാൻ കഴിയും? ഈ നക്ഷത്രങ്ങൾ പോലെ അസംഖ്യം സന്തതികൾ, എന്നിട്ടിപ്പോൾ ദഹനബലിയോ? അത്ര അത്യാവശ്യമാണെങ്കിൽ ഒന്നുകൂടി ചോദിക്കട്ടെ, ഞാൻ ഉണർന്നിരിക്കുന്ന ഇപ്പോൾ. ഇല്ല, ദൈവം 2 തവണ ചോദിക്കില്ല. ഇത് അവിടുത്തെ ശബ്ദമാണ്. അനുസരിച്ചേ മതിയാവൂ. സർവശക്തനായ ദൈവമേ, നിന്റെ വഴികൾ
എനിക്കറിയില്ല, എന്നാലും ഞാൻ അനുസരിക്കുന്നു. നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പിറ്റേന്ന് രാവിലെ അബ്രഹാം ഇസ്ഹാക്കിനെയും കൂട്ടി പുറപ്പെട്ടു. മലയുടെ അടിവാരത്തിലെത്തിയപ്പോൾ ബലിക്കുള്ള വിറക് ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. അപ്പാ, വിറകും തീയുമുണ്ട്, ബലിമൃഗം എവിടെ? ദൈവം തരും മകനെ. അവർ ദൈവം കാണിച്ച മലയുടെ മുകളിലെത്തി. ഓ ദൈവമേ, ഞാൻ ഇതെങ്ങനെ ചെയ്യും? അപ്പൻ എന്താ കരയുന്നത്? ആദ്യം ഇസ്മായേലിനെ മരുഭൂമിയിലേക്ക്, ഇപ്പോൾ ഏക പ്രതീക്ഷയായ ഇവനെയും. അപ്പൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഓ എൻ്റെ മകനെ, ദൈവമേ. അബ്രാഹാം, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ നീ മടിച്ചില്ല. ഞാൻ ശപഥം ചെയ്യുന്നു, നിന്നിലൂടെ സകല ജനതകളും അനുഗ്രഹീതമാകും. അടുത്ത ചിത്രകഥ യാക്കോബ്, ദൈവത്തോട് മല്ലടിച്ച ഗോത്രപിതാവ്. ചോദ്യങ്ങൾ. 1. ആരായിരുന്നു അബ്രഹത്തിന്റെ പിതാവ്? 2. അബ്രഹത്തെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം എന്ത്? 3. ദൈവം അബ്രഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ ഏവ? 4. ലോത്തുമായി പിരിയാനുണ്ടായ സാഹചര്യവും സ്വത്ത് വിഭജിക്കുന്ന വിധവും വിശദമാക്കുക. 5. സോതോമിൻ്റെ നാശത്തിൽ നിന്ന് എന്ത് പാഠമാണ് ബൈബിൾ നൽകുന്നത്? 6. അബ്രഹത്തിന് ദൈവം സംരക്ഷണം നൽകി, ഉദാഹരണ സഹിതം വിശദീകരിക്കുക. 7. അബ്രഹത്തിന് നേരിടേണ്ടി വന്ന അഗ്നിപരീക്ഷകൾ ഏവ? 8. ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടി? 9. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്, വിശദമാക്കുക. 10. അബ്രഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ത് പാഠമാണ് നമുക്ക് ലഭിക്കുന്നത്? മനഃപ്പാഠമാക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. ഉൽപ്പത്തി 15:1. എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. ഉൽപ്പത്തി 17:1.